ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഭക്ഷണം, വെള്ളം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഈ രൂപത്തിലെല്ലാം നിറഞ്ഞ ആ ഒരു അവസ്ഥയിൽ ആരോഗ്യപരമായ ജീവിതം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്, ശാരീരികപരമായ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ അവസാനം ഇതെല്ലാം നിശ്ചലമാകുന്ന സമയത്ത് നമ്മളൊക്കെ മയ്യത്ത്, അതായത് മരിച്ചു എന്ന പേരിൽ നമ്മുടെ പേര് മാറി മരണപ്പെട്ടു എന്ന എല്ലാം മൊത്തത്തിൽ ആമായിട്ടുള്ള ഒരു മാനയിലേക്ക്, ഒരു വാക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാൽ മനസ്സ് മരിക്കാതെ നമ്മളിൽ പലരും ജീവിക്കുന്നുണ്ട്, എന്നാൽ മനസ്സ് മരിച്ചുള്ള ജീവിതമാണ്. നമ്മുടെ മനസ്സ് മരിക്കാതെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തെ അവിടുന്ന് ജീവിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ദിക്റുകളാണ്. നമ്മൾ ദിക്റുകളിലായി, തസ്ബീഹുകളിലായി, സ്വലാത്തുകളിലായി ജീവിക്കുന്നവരെ നാം ശ്രദ്ധിച്ച് അവരെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ മനസ്സിലാകുന്നത് പുറമേ അവർക്കൊന്നും പറയാനുണ്ടാവില്ല, പുറമേ അവരൊന്നുമില്ല, പക്ഷേ ഹൃദയം കൊണ്ട് അവർ ജീവിക്കുന്നവരാ, ഹൃദയം കൊണ്ട് അവർ ആരോഗ്യമുള്ളവരാ. അപ്പം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ശാരീരികമായ സുഖത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, അതിൽ മാനസികമായ ആത്മാവിൻ്റെ ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ഈ ഒരു പരിശുദ്ധ റമളാനിനെ അത് ബലപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധമായ റമളാനിലും അതേപോലെ മുമ്പ് കഴിഞ്ഞുപോയ റജബിലും ഷഅബാനിലുമൊക്കെ വിശ്വാസികളായ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ആത്മാവിന് ഊർജമുണ്ടാക്കേണ്ട സമയങ്ങളായിരുന്നു. കഴിഞ്ഞു കടന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും ഇൻഷാ അല്ലാഹ് റമളാൻ നമ്മളിൽ നിന്ന് വിട്ടകന്ന് അതിവേഗം കടന്നു പോവുകയാ. ഇനിയെങ്കിലും ഇൻഷാ അല്ലാഹ് ദിക്റിലായി, അള്ളാഹുവിൻ്റെ ചിന്തയിലായി നമുക്ക് ജീവിക്കാനുള്ള തൗഫീക്ക് വേണം. മറ്റുള്ള ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് മറ്റ് സ്വറവറച്ചിലായി നമ്മുടെ സമയങ്ങൾ കൊന്നുകളയാതെ നമ്മൾ ഇനിയുള്ള സമയങ്ങൾ അള്ളാഹുവിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ ബലത്തിലേക്കുള്ള ചിന്തയിലായി, അള്ളാഹ് എന്ന ചിന്തയിലായി ജീവിക്കാൻ നാഥനായ റബ്ബ് നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.